കുക്കിങ്ങിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സോഫ്റ്റായ ഉഴുന്ന് ദോശയുടെ മാവ് എങ്ങനെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിനു മുന്നേ നിറയെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ചേച്ചി ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടും, ദോശയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ഈ ദോശമാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ദോശമാവിന് വേണ്ടി 3 കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പച്ചരിക്കകത്തേക്ക് 1 സ്പൂൺ ഉലുവ, 3 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്നിടുന്നുണ്ട് കേട്ടോ. അരക്കപ്പിട്ടു, 1/4 കപ്പും കൂടി. ഇത് തൊലിയോട് കൂടിയുള്ള ഉഴുന്ന. ഇത് ഒന്ന് കുതിർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞരടി കഴിഞ്ഞാൽ തൊലിയൊക്കെ പോയിക്കോളും. അങ്ങനെയാണ് ഞാൻ ദോശയ്ക്ക് അരയ്ക്കാറ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. ഇത് വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നന്നായിട്ട് സോക്കാവണം, നന്നായിട്ട് കുതിരണം. അതിനുശേഷം കഴുകിയിട്ട്, ഇപ്പോൾ ഒരു ഉച്ചയ്ക്കൊക്കെ ഇടുവാണെങ്കിൽ വൈകുന്നേരം കഴുകിയിട്ട് അരച്ചു വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ദോശയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് അരയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഉലുവ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇഡ്ഡലിക്കാണെങ്കിൽ നമുക്ക് ഇത്രയും ഉലുവ വേണ്ട. അരി ഉഴുന്നും കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുതിരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അത് കഴുകിയിട്ട് അരച്ചെടുക്കാം നമുക്ക്. അരി ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. 4 മണിക്കൂർ 5 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 6 മണിക്കൂറായി കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകണം. കഴുകിയിട്ട് നമുക്ക് അരച്ചെടുക്കാം മിക്സിയിൽ. ഉഴുന്ന് നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇതിൻ്റെ തോല് കണ്ടോ, ഇപ്പോൾ തന്നെ ഇത് വിട്ടു തുടങ്ങി, എല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് ഒന്ന് കൈ കൊണ്ട് ഞെരടി പ്രസ് ചെയ്തിട്ട് കഴുകി എടുക്കുമ്പോഴത്തേക്കും എല്ലാ തോലും പോകും. ആദ്യം നമുക്ക് അരി അരച്ചെടുക്കാം. അതിന് ശേഷം ഉഴുന്ന് അരച്ചെടുക്കാം. 3 കപ്പ് അരിക്ക് ഇത് ഞാൻ അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പകുതി അരി അരയ്ക്കാൻ എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പകുതി ചോറിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. ബാക്കി അരി അരയ്ക്കുമ്പോൾ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി നമുക്കിത് അരയ്ക്കാം. അരിമാവ് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ ഉഴുന്നിൻ്റെ തൊലി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടോ, കറുപ്പ് കളറ്, അത് ഈ തൊലിയുടെ ഒരു കളർ. അത് ഒരു 3 പ്രാവശ്യം നമ്മൾ വെള്ളം ഊറ്റിയെടുത്തപ്പോൾ തന്നെ ഒരു 1/4 ഭാഗത്തോളം തൊലി പോയി. ഇനി കുറച്ച് തൊലിയും കൂടി ഉള്ളൂ അതിൻ്റെ അകത്ത്. എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചില ഉഴുന്ന് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, ഓരോന്നോരോന്നും വാശി പിടിച്ച് കിടക്കാം, പോവില്ല എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക, അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഉഴുന്നും കൂടി അരച്ചെടുക്കാം. നേരത്തെ അരി അരച്ച മിക്സിയിൽ ഇത് അരിമാവിൻ്റെ പരുവാട്ടോ.
തരിയൊന്നുമില്ല, ചെറിയ തരിയേ ഉള്ളൂ. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്ന്. അങ്ങനെ നമ്മുടെ ഉഴുന്നും റെഡിയായി. ലാസ്റ്റ് ആ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന് പറ്റി പിടിച്ചിരുന്ന് ഉഴുന്നില്ല, അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കലക്കിയെടുത്താട്ടോ ഇപ്പോൾ ഒഴിച്ചത്. വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. വെള്ളം കൂടുതലാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. അരിയും ഉഴുന്നും ചോറും ഉലുവയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 8 മണിക്കൂറെങ്കിലും ഇത് ഇരിക്കണം. ദോശമാവ് റെഡിയായി. ഇത് ഒരു 8 മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ. ദോശമാവ് പുളിക്കുന്നതിൻ്റെ ദോശമാവ് സോഫ്റ്റ് ആകാൻ എത്ര സമയം എടുക്കുന്നുള്ള കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ ദോശമാവ് നല്ല ചൂട് ക്ലൈമറ്റിലാണ്, അതായത് വേനൽക്കാലത്തൊക്കെയാണെങ്കിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ മതിയായിരിക്കും ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി നല്ല തണുപ്പ് സമയത്താണെങ്കിൽ 10 മണിക്കൂർ, ചിലപ്പോൾ 12 മണിക്കൂർ ഒക്കെ എടുക്കും. കുറച്ച് നേരത്തെ അരച്ച് വെക്കണം. പിറ്റേ ദിവസം രാവിലത്തേക്ക്, വൈകുന്നേരം ഒരു 5 മണി 6 മണി സമയത്തൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് ദോശമാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അതല്ല ഇനിയിപ്പോൾ നല്ല ചൂട് സമയത്താണെങ്കിൽ രാത്രി 10 മണിക്ക് അരച്ചാലും മതി, രാവിലെ 5 മണിക്ക് 6 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അതനുസരിച്ചിട്ടൊന്ന് നോക്കി ചെയ്താൽ മതി കേട്ടോ. ഇത് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം ദോശമാവ് എങ്ങനെ ആയിട്ടുണ്ടാവും നമുക്കിപ്പോൾ നോക്കാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് തുളുമ്പി താഴത്തേക്ക് പോകും. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വേറെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശക്കല്ല് റെഡി ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്.
ദോശ റെഡിയായി. കണ്ട, സോഫ്റ്റായ സ്മൂത്തായ അടിപൊളി ദോശ. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെഡിയാക്കി. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പി ആയിരുന്നു ഇത്. അത്രയും സോഫ്റ്റായ ദോശയാണ്. കണ്ട, എടുക്കുമ്പം തന്നെ കണ്ട ഭയങ്കര സോഫ്റ്റായ ഒരു ദോശ.